കല്ലുവിള. അപ്പം ഇന്ന് ഇതുവരെ നമ്മൾ പോസ്റ്റ് ചെയ്യാത്ത ടൈപ്പ് ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് അപ്ലോഡ് ചെയ്യാനായിട്ട് പോകുന്നത്. വേറെ ഒന്നുമല്ല, എൻ്റെ വീട്ടിൽ ഞാൻ നട്ടതും പിന്നെ അച്ഛനും അമ്മയും ചേച്ചി നട്ടായിട്ടുള്ള കുറച്ച് ചെടികളും മരങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം ആ ഓരോ മരത്തിനും ചെടീനും പിന്നിൽ കുറച്ച് കഥകളുണ്ട്. അത് എവിടെ നിന്ന് കിട്ടി, എങ്ങനെ നട്ടു എന്നുള്ള കഥകൾ. അപ്പം നമ്മൾ ഈ ഒരു വീഡിയോയിൽ അതിനെപ്പറ്റിയാണ് കേട്ടോ പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് അങ്ങോട്ട് പോകാം. നമ്മൾ ഞാൻ ആദ്യം നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഇതാണ് എൻ്റെ ഈ നെല്ലിമരമാണ് കേട്ടോ. ഇത് നെല്ലിമരം ഞാൻ നട്ടത് 2017-18 തോന്നുന്നു കേട്ടോ. 16 ഞാൻ +1 പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ നമുക്ക് ഈ പരിസ്ഥിതി ദിനത്തിന് സ്കൂളിൽ നിന്ന് തൈ തരത്തില്ലേ. അപ്പോൾ അന്ന് ഞാൻ സ്കൂളിൽ ചെന്നില്ല, തൈ തന്നതിൻ്റെ അന്ന് ഞാൻ സ്കൂളിൽ ചെന്നില്ല. അപ്പോൾ ആ ദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസം ഞാൻ സ്കൂളിൽ ചെന്നപ്പോഴത്തേക്ക് നമ്മുടെ ബാക്കി വന്ന എല്ലാം കൂടി നമ്മൾ സ്റ്റേജിൽ ഇങ്ങനെ വെച്ചിരുന്നു. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു എനിക്ക് ഒരെണ്ണം വേണമെന്ന് പറഞ്ഞ് അന്ന് ഞാൻ എടുത്തുകൊണ്ട് വന്നതാണ് ഈ നെല്ലിമരം. ഞാൻ അന്ന് തന്നെ നടുകയും ചെയ്തു. അപ്പം നട്ട സമയത്ത് യഥാർത്ഥത്തിൽ ഈ തുണി കഴുകുന്ന കല്ല് ഇവിടെ ഇല്ലായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പണിതാണ്. അപ്പം ഇതിൻ്റെ പുറകിലായിപ്പോയി. അപ്പം ഇതിൻ്റെ താഴെ ആക്ച്വലി ഇത് വരുന്നതിന് മുമ്പേ ഇതിൻ്റെ താഴെ ഓൾറെഡി കുറേ സാധനങ്ങളുണ്ട്. നെല്ലിയുണ്ട്, പിന്നെ ഇതെന്തായിരുന്നു മറ്റേ നാരങ്ങ പിടിക്കുന്ന വേപ്പല്ലേ, നാരങ്ങ പിടിക്കുന്ന വേപ്പ്, നാരകം, നാരകം നാരകം. പിന്നെ കുറേ ഔഷധം പോലെയുള്ള കുറേ ചെടികളൊക്കെ ഉണ്ട് കേട്ടോ. കാരണം ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് ചേട്ടൻ്റെ അമ്മ കുറേ ചെടികളൊക്കെ കൊടുത്തോളും. അപ്പോൾ അതൊക്കെ ഇവിടെ ആക്ച്വലി നടാറുണ്ട്. അപ്പോൾ അതിലൊന്നാണ് കേട്ടോ ഇത് കസ്തൂരി മഞ്ഞൾ. എന്ത് രസമല്ലേ അത് പൂ നിൽക്കുന്നതാണ്. സത്യം പറഞ്ഞ് ഞാൻ ഇവിടെ അടുത്താണെങ്കിലുണ്ടല്ലോ ഒരു മലയുണ്ട്, പച്ചിലമല എന്ന് പറഞ്ഞൊരു മലയുണ്ട്. അവിടെ ഞാനിത് ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട്. ഞാൻ വിചാരിച്ചത് എന്തോ കാട്ടുചെടിയാണെന്നാണ്. ഇന്നലെയാണ് ഞാൻ ഈ നട്ട സത്യം മനസ്സിലാക്കിയത് കസ്തൂരി മഞ്ഞളിൻ്റെ പൂവാണെന്ന്. അപ്പോൾ ഇവിടെ നാരകമുണ്ട്. അപ്പോൾ ഇവിടെ കുറേ സാധനങ്ങളുണ്ട്. അതായത് ഈ തുണി കഴുകുന്ന കല്ല് വന്നപ്പോഴത്തേക്ക് ഇതിൻ്റെ പുറകിലായിരുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്തെന്താണെന്ന് കാണാതെ. അപ്പോൾ രണ്ടാമത്തെ മരനാട് ഇതാണ് കേട്ടോ, മാവ്. ഇത് എത്ര വർഷം പഴക്കമുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. കാരണം ഞാനും ചേച്ചിയൊക്കെ ജനിച്ച സമയം തൊട്ടുള്ള മാവാണിത്. എനിക്ക് ഈ മാവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഓർമ്മയെന്ന്, കാരണം ഇത് നട്ട ആരും അപ്പൂപ്പനാണെന്ന് തോന്നുന്നു നട്ടത് കേട്ടോ. കാരണം ഞാൻ എനിക്ക് തോന്നുന്നു ആ സമയത്തൊക്കെ നമ്മൾ ഓണത്തിന് ഊഞ്ഞാലൊക്കെ ഇടുമായിരുന്നല്ലോ. അപ്പോൾ ഞാനും ചേച്ചി അന്ന് ഈ കുഞ്ഞിക്കുട്ടിയുള്ള ഒരുവിധം എല്ലാവരും വരുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഊഞ്ഞാലൊക്കെ ഇട്ടിട്ട് അന്നൊരു ഗെയിം ഉണ്ട് കേട്ടോ. ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ചില്ലയുണ്ടായിരുന്നു കേട്ടോ. ആ ചില്ലയ്ക്കകത്ത് നമ്മൾ ഊഞ്ഞാലിട്ടിട്ട് ആടിപ്പോയതുകൊണ്ട് അപ്പുറത്ത് നിന്ന് മാവിലെ കടിച്ചുകൊണ്ട് വരണം. അതൊക്കെയായിരുന്നു അന്നത്തെ ട്രെൻഡ്. ഇപ്പോഴത്തെ പിള്ളേർക്ക് ഇതൊക്കെ ക്രിഞ്ച്. അപ്പോൾ ഇതാണ് ആ മാവ്. പക്ഷേ ഈ മാവ് ആര് നട്ടുവെന്നൊന്നും എനിക്കറിയില്ല. കാരണം ഞാനും ചേച്ചിയൊക്കെ അമ്മ കല്യാണം കഴിച്ച് വരുന്ന സമയം തൊട്ടേ ഉണ്ട്. അതിന് മുമ്പേ ഉള്ള മാവ്. അടുത്ത് എന്താണെന്ന് അറിയാമോ? ഇതെന്നറിയാമോ? ഇതിപ്പോൾ ആക്ച്വലി സീസണാണ്, പക്ഷെ ഇതിലെന്താ പിടിക്കാത്തതെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. അപ്പം വീട്ടിൽ ഭയങ്കര ആഗ്രഹമായിരുന്നു എന്താ ഒരു റംബൂട്ടാൻ വേണമെന്നുള്ളത്. ഭയങ്കര ആഗ്രഹമായിരുന്നു. നല്ലത് എന്ത് കുട്ടി? ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. അപ്പം ഇവിടെ അടുത്തൊരു വീട്ടിൽ ഇതുപോലെ റംബൂട്ടാനുണ്ട്. അപ്പോൾ അവിടുന്ന് റംബൂട്ടാൻ ഇവിടെ കൊണ്ടുവന്നു. അപ്പോൾ അമ്മ അത് വെച്ച് നട്ട് ഇതിപ്പോൾ ഒരുപാട് വർഷമായത്. നല്ല ഇഷ്ടം പോലെ പിടിക്കും കേട്ടോ. സീസൺ ആകുമ്പോൾ ഇഷ്ടം പോലെ പിടിക്കും. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ റംബൂട്ടാനിൽ തന്നെ പല സൈസൊക്കെ ഇല്ലേ, എന്തോ നമ്മുടെ ചക്കയുടെ ഒക്കെ കൂട്ടാ, അതുപോലെ എന്തോ വെറൈറ്റി വരുന്ന സാധനം. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതിന് പിന്നിൽ അങ്ങനെ പ്രത്യേകിച്ച് കഥകളൊന്നുമില്ല കേട്ടോ. ഇത് ഞാൻ നട്ടതെന്നല്ല, ഇത് അമ്മ നട്ടതാണ്. പിന്നെ വേറെന്താ, ഭയങ്കര തണലാണെന്ന് തോന്നുന്നു ഇത് നട്ടിട്ടുള്ളതുകൊണ്ട്. കാരണം ഈ ഒരു സൈഡിൽ ഞങ്ങൾക്ക് വേറെ മരമൊന്നുമില്ല, ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ തെങ്ങ്. അടുത്തത് പുളിഞ്ചിക്കയാണ് കേട്ടോ. പുളിഞ്ചിക്ക ഇവിടെ ഞങ്ങൾ പണ്ട് ഞാനൊക്കെ കുഞ്ഞായിട്ടിരിക്കുമ്പോൾ ഉണ്ടല്ലോ കേട്ടോ, നമ്മൾ പണ്ടൊക്കെ ഈ ചെടിയൊക്കെ ഈ ഉന്തുവണ്ടിക്കകത്ത് കൊണ്ടുവരത്തില്ലേ. അപ്പോൾ അങ്ങനെ ഒരു ഇപ്പോഴും കൊണ്ടുവരും. ഇപ്പോഴും കൊണ്ടുവരും. അപ്പോൾ ആ ഒരു മാമനാണെങ്കിൽ ഞങ്ങൾക്ക് മറ്റേ അതിൻ്റെ പേരെന്തായിരുന്നു, അരിനെല്ലിക്ക. ആ അരിനെല്ലിക്കയ്ക്ക് വേറെന്താ പറയുമല്ലോ, ചീമനെല്ലിക്ക. ഞാൻ അങ്ങനെയാണ് പറഞ്ഞത്. എൻ്റെ ചേച്ചി വേറെ ഭാഷ. അരിനെല്ലിക്ക ആദ്യമായിട്ടൊക്കെ ചീമനെല്ലിക്ക കൊണ്ടുപോയി. അപ്പോൾ ചീമനെല്ലിക്ക കൊണ്ടുവന്നപ്പോൾ എക്സാക്ട്ലി ഈ സ്ഥലത്ത് തന്നെ ഞങ്ങൾ നട്ടിട്ട് എന്തോ ഒരു ടേസ്റ്റ് ആയിരുന്നു അറിയാം. അത് പിന്നെ എങ്ങനെ പോയെന്ന് ഞങ്ങൾക്കും അറിയത്തില്ല, ആരും അറിയില്ല. അത് പോയിട്ട് അപ്പോൾ ഈ സ്ഥലം ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കും. ഈ മാവ് മാത്രമേ ഇവിടെ ഉള്ളായിരുന്നു കേട്ടോ. അങ്ങനെ അമ്മയുടെ ഒരു ആഗ്രഹം കൊണ്ട് അമ്മ ഇങ്ങനെ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞു നമുക്കൊരു പുളിഞ്ചിക്കയോ ചീമനെല്ലിക്കയോ വല്ലതും നടാം. കാരണം എല്ലാവരുടെയും വീട്ടിൽ ചാമ്പയ്ക്ക സാധനങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഇവിടെ അങ്ങനെ അച്ചാറിടാൻ പറ്റിയ ടൈപ്പ് അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും ഇവിടെ ഇല്ല കേട്ടോ. അങ്ങനെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് നട്ട സാധനമാണ് ഇത്. വലിയ ഒരുപാട് നാളൊന്നും ആയില്ല. ഇത് ഇങ്ങനെ ഒരുപാട് നിറച്ച് പുളിഞ്ചിക്ക നിൽക്കാൻ. പിന്നെ ഞാനും നിധിക്കുട്ടിയും പുളിഞ്ചിക്കയുടെ ആഗ്രഹം ഒരുപാടുള്ള ആൾക്കാരായതുകൊണ്ട് വേണ്ട ഇതിന്നിങ്ങനെ ഒരെണ്ണം ഇങ്ങോട്ട് എടുത്തിട്ടുണ്ടല്ലോ. ഇതിങ്ങനെയല്ല കഴിക്കേണ്ടത്, ഒരെണ്ണം ഇങ്ങനെ പച്ചയ്ക്ക് തിന്നണം, എന്നാലും അതിൻ്റെ ടേസ്റ്റ് എടുത്തല്ലോ. അതിന് നമ്മൾ കുറച്ച് ഉപ്പ് നോക്കിയിട്ട് ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ ഗെയിം കളിക്കാൻ അടിപൊളി കേട്ടോ. ഫേഷ്യൽ എക്സ്പ്രഷൻ ഇല്ലാതെ പുളിഞ്ചിക്ക കഴിക്കാം. എന്തൊരു പുളിയല്ലേ, നല്ല ടേസ്റ്റാണ്.
അപ്പോൾ ഇതാണ് പുളിഞ്ചിക്ക. അപ്പം അടുത്ത നിങ്ങളിപ്പോൾ വിചാരിക്കും മരമുണ്ട്, മരമുണ്ട്, മരം ഇവിടെ ഉണ്ട്, മരം താഴോട്ട് കാണിച്ചു. സത്യം പറഞ്ഞാൽ എനിക്ക് ഇത് ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമാണ് കേട്ടോ. അപ്പം നിങ്ങൾ എൻ്റെ കാല് നോക്കി, ഇങ്ങനെ സൈസ് വലുതായിട്ടുള്ള ചേട്ടന്മാരുടെ അച്ഛന്മാരുടെയൊക്കെ ചെരുപ്പിടുമ്പോഴൊക്കെ നല്ല രസമാണ്. അപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് എനിക്ക് നമ്മുടെ ഈ പരിസ്ഥിതി ദിനത്തിന് നമുക്ക് സ്കൂളിൽ നിന്ന് തരത്തില്ലേ, അപ്പോൾ ആദ്യമായിട്ട് ഞാൻ 5ാം ക്ലാസ്സിൽ സെൻറ്റ് മേരീസിൽ ചേർന്നപ്പോൾ അവിടുത്തെ ജൂൺ 5-ന് എനിക്ക് കിട്ടിയ മരമാണിത്. ഈശ്വര, അതൊക്കെ ഒരു വലിയ കഥ. അപ്പോൾ ഇതാണ് നമ്മുടെ ഞാവൽ മരം. നമ്മുടെ ഈ നാക്കിൽ പർപ്പിൾ കളറാവുന്ന മരമില്ലേ, ഞാവൽ മരം, അതാണ് കേട്ടോ. അപ്പോൾ അന്ന് ഈ വീട് കുറച്ചും കൂടെ പുറകിലോട്ടായിരുന്നു കേട്ടോ. ഫ്രണ്ടിലോട്ട് ഇങ്ങനെ ഇറക്കിയിട്ടുണ്ട്, കുറച്ചും കൂടെ പുറകിലോട്ടായിരുന്നു. അപ്പം അന്നത്തെ ഒരു ആവേശത്തിന് ഞാനിത് നട്ടു. അതായത് ഏകദേശം 2010-ലാണ് ഈ മരം നടന്നത്. അപ്പം നിങ്ങളിപ്പോൾ എനിക്കിത് മരമല്ലല്ലോ, കുറ്റി കമ്പല്ലേ, 2010 ഇത് നട്ട്. അപ്പോൾ വല്യമ്മച്ചിയും കൂടെ ചേർന്നാണ് നട്ടുന്നത്. അപ്പം ഇത് വളർന്ന് ഞങ്ങളിത് മുറ്റത്തോട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് ഇത് ഭയങ്കരമായിട്ട് വലുതായി. എൻ്റെ പൊന്നോ, ലോകത്തെ ഡിഫറെൻറ്റ് ടൈപ്പ് പുഴുക്കൾ ഇതിനകത്തുണ്ട്. പുഴു 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 പുഴുകൂട് പുഴു, വെട്ടിക്കളയാൻ അല്ലാതെ വേറൊരു നിവർത്തിയില്ല. പിന്നെ ചേച്ചിയുടെ കല്യാണം ആയപ്പോഴത്തേക്ക് നമുക്ക് പന്തൽ കെട്ടാൻ ഒരു തൂണിതായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു ഉപകാരങ്ങളൊക്കെ ആണ്. പക്ഷെ ഞാൻ ശക്തമായി ഇതിനെ എതിർത്തിരുന്നു കേട്ടോ. കാരണം ഞാൻ മരം മുറിക്കാൻ സമ്മതിക്കത്തില്ല, എനിക്കിത് കുഴപ്പമില്ല, പുഴു അങ്ങനെ നമുക്ക് പുഴു മാറ്റം എന്നൊക്കെ പറഞ്ഞ് നിന്നെങ്കിലും പുഴു തന്നെ അത് ഭയങ്കര പുഴുവായി കേട്ടോ. എന്നുവെച്ചാൽ വീടിനകത്തോട്ട് കയറുന്ന രീതിയിൽ പുഴുവായപ്പോൾ ഞങ്ങളത് വെട്ടിക്കളഞ്ഞ്. ഇപ്പം ഇതുവരെ കുറ്റി മാത്രമാണ്, ഉടനെ ഈ കുറ്റി എടുത്തില്ല. എനിക്ക് വിഷമമുണ്ട് തോന്നിയേക്കാൻ ഞാൻ എന്താണ് ഈ കൊതുക് തിരിയുമായിട്ട് നിൽക്കുന്നതെന്ന്. വേറെ ഒന്നും കൊണ്ടല്ല, നല്ല കൊതുക് ശല്യമാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് വന്നതെന്തെന്ന് കാടിന് നടുക്കൊക്കെ വന്നിട്ട് ആൾത്താമസം ഇല്ലാത്ത സ്ഥലമാണ്, ആൾത്താമസമൊക്കെ ഉള്ള സ്ഥലമാണ്. പക്ഷെ നമ്മൾ എന്നും അങ്ങനെ ഇറങ്ങാൻ കയറാൻ ചെയ്യാത്തതുകൊണ്ട് സ്വാഭാവികമായിട്ടും പെട്ടെന്ന് കാട് പിടിക്കത്തില്ലേ. പിന്നെ ഇപ്പം നല്ല മഴയും ഉണ്ട്, അപ്പോൾ പെട്ടെന്ന് കാട് പിടിക്കുകയും ചെയ്യും. കാരണം ഇപ്പം ഞങ്ങളിത് കാട് പോക്കി കഴിഞ്ഞ് എല്ലാം നട്ട് കഴിഞ്ഞാൽ 2 ദിവസത്തിനുള്ളിൽ ഇത് വീണ്ടും കളിക്കും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ കുറച്ച് മരങ്ങളുണ്ട് കേട്ടോ. ഈ 2 തേക്കിൻ്റെ തൈ കണ്ടോ. അപ്പം എൻ്റെ ചേച്ചിയുടെ ബെസ്റ്റ് ഫ്രണ്ടും സഹതോഴനുമായ ശരത്തണ്ണൻ സമ്മാനമായിട്ട് കൊടുത്തതാണ് കേട്ടോ അത്. അപ്പം തേക്കുകളൊക്കെ സമ്മാനമായിട്ട് കൊടുക്കുന്ന കൂട്ടുകാരെന്നൊക്കെ പറഞ്ഞാൽ അതാണ് കൂട്ടുകാർ, നമുക്കും ഉണ്ട് കൂട്ടുകാർ. എന്നുവെച്ചാൽ നമ്മൾ ഇത്ര വർഷങ്ങൾ ഇത്ര വിലയാണെന്നറിയാം. അപ്പം നമുക്ക് തേക്കുകൾ പോലുള്ള സമ്മാനങ്ങൾ എൻ്റെ ബർത്ത്ഡേക്ക് തരാൻ താല്പര്യമുള്ളവർ ആർക്കാണെങ്കിലും തരാം, ഞാനത് നട്ടിരിക്കും. അപ്പോൾ 2 തേക്ക് ശരത്താണ് നല്ലതാണ് കേട്ടോ. പിന്നെ ഈ കാപ്പി നട്ട എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, ഒന്ന് പറയരുത്. എനിക്കറിഞ്ഞൂടാ അത് എനിക്ക് അതെങ്ങനെ വന്നതെന്ന്. പണ്ട് ഞങ്ങളുടെ കുടുംബ വീടിൻ്റെ താഴെ ഇഷ്ടം പോലെ കാപ്പിത്തോട്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ അപ്പോൾ നട്ടയാണെന്ന് അറിയത്തില്ല, അതോ ഇനി എറിഞ്ഞ് കളിച്ചാണോന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. അപ്പോൾ അവിടെ കാപ്പി ഉണ്ടായിരുന്നു, എനിക്ക് അതേ എൻ്റെ ഓർമ്മയിലുള്ളൂ. അപ്പോൾ പണ്ട് പിന്നെ ഇവിടെ ഉണ്ടായിരുന്നു, ഇവിടെ ഇപ്പോൾ ഒരെണ്ണം മാത്രമേ ഉള്ളൂ കേട്ടോ. പണ്ട് ഇവിടെ ഇഷ്ടം പോലെ കാപ്പി ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ഈ TV-യിലൊക്കെ പരസ്യം കണ്ടിട്ടുണ്ടല്ലോ, ഇത് ഉണങ്ങിയിട്ട് ഇതിൻ്റെ കുരു ഉണക്കി വെക്കുമായിരുന്നു, ഇതിനെ മില്ലിൽ കൊണ്ട് ചെന്ന് കാപ്പിപ്പൊടി ഉണ്ടാക്കാം. പിന്നെ അമ്മയെ പറഞ്ഞത് ഇങ്ങനൊന്നും അല്ല, എന്തോ രീതികളൊക്കെ ഉണ്ടെന്ന്. പിന്നെ ഞാൻ ആ പ്ലാൻ ഡ്രോപ്പ് ചെയ്തു. അപ്പോൾ അതാണ് കാപ്പി. പിന്നെ ഇവിടെ ഞങ്ങൾ ഇഷ്ടംപോലെ എന്താണ് ഈ പറയുന്നത്, ചേന, കാച്ചിൽ, ചേമ്പ് പോലുള്ള സാധനങ്ങളൊക്കെ നട്ടിട്ടുണ്ട്. അത് എവിടെയാണെന്ന് കാലം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തന്നെ മറന്നുപോയി. പിന്നെ ഏകദേശം ഒരു സ്ഥലമൊക്കെ വെച്ച് ഞങ്ങൾ തോണ്ടിയെടുക്കും കേട്ടോ. പിന്നെ എനിക്ക് ഈ താള് ഭയങ്കര ഇഷ്ടം കേട്ടോ, അതുകൊണ്ട് അതും ഇഷ്ടംപോലെ ഉണ്ട്. പിന്നെ ഉള്ളത് ഇതാണ്ടേ, ഈ വീട്ടിലെ ഏറ്റവും ഫേവറേറ്റ് ഇതാണെന്ന് ഞാൻ വേണേൽ പറയും, ഞങ്ങളുടെ വയനയില കേട്ടോ. അപ്പം വയനയില എന്താ പറയുന്നത്, നമ്മൾ ഈ വയനയിലപ്പം ഉണ്ടാക്കത്തില്ലേ, അതിനെന്താ പറയുന്നത്, വേറൊരു പേര് പറയുമല്ലോ. വേറെ സ്ഥലങ്ങളിൽ വയണയില നല്ല പറയുന്നത്, വേറെ പേരൊക്കെ ഉണ്ട്. അപ്പം അതിപ്പോൾ ഏകദേശം പൂക്കാറായി നിൽക്കുന്ന സമയമാണെന്ന് തോന്നുന്നു കേട്ടോ. അതാണ് ആ ഇലയുടെ അവിടെ നല്ല വ്യത്യാസമുണ്ട് കേട്ടോ, നല്ല മണമാണ്. നമ്മൾ ഈ ബിരിയാണിക്കകത്തും പായസത്തിനകത്തും ഒക്കെ ചിലരിടുന്നു കേട്ടോ, ഇവിടെ പായസത്തിനകത്തിടും, നല്ല മണമാണ്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ മരം കാണുമ്പോൾ ഓർമ്മ വരുന്നത്, എൻ്റെ അച്ഛൻ നാഴിക്ക് 40 വട്ടം ഈ മരത്തിനെ പറ്റി എനിക്ക് കഥ പറച്ചില്ല. ഈ മരം ഭയങ്കര ഇഷ്ടമാണ്. പണ്ട് എനിക്കൊന്ന് എൻ്റെ ഒരു ഓർമ്മ വെച്ച സമയം തൊട്ടേ ഈ വയനയിൽ ഇവിടെ ഉണ്ട് കേട്ടോ. കൊതുകിൻ്റെ ശല്യം അതിരൂക്ഷമായിരിക്കുന്നു. അപ്പം ഇവിടെ നിൽക്കുന്നത് ഇച്ചിരി കഷ്ടമാണ്. അപ്പോൾ എൻ്റെ ഒരു ഓർമ്മ തൊട്ടേ ഈ വയനയിലുണ്ട്. അപ്പോൾ പണ്ടാണെങ്കിലുണ്ടല്ലോ അവിടെ ഈ ഒരു ചെറിയൊരു കുഴി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ കുഴിക്കകത്താണെങ്കിൽ മഴ പെയ്യുമ്പോൾ വെള്ളം നിറഞ്ഞിട്ട് ഞാൻ എന്താണെന്നറിയോ, ഞാൻ ഈ പരിസര പ്രദേശത്തിലെ കുറേ പൂവൊക്കെ കൊണ്ടുവന്ന് ഈ കുഴിയിൽ വെള്ളത്തിലിട്ടിട്ട് ഇത് കുളമാണെന്നുള്ള രീതിയിൽ ഞാനും എൻ്റെ കുറച്ച് കൂട്ടുകാർ, കസിൻസ് പിള്ളേരൊക്കെ കാണുമല്ലോ നമുക്ക് ആ സമയത്ത്, അവരുമായിട്ടൊക്കെ വന്നിരുന്ന് കളിക്കുമായിരുന്നു. അതൊക്കെ ഒരു ഓർമ്മകളാണ്. ഇപ്പോൾ പക്ഷേ അങ്ങോട്ടൊന്നും പോകാറില്ല. ഞാൻ വല്ല ഫോട്ടോ എടുക്കുമ്പോഴാണോ അവിടെ പോയി 1-2 ഫോട്ടോ എടുക്കുന്നതല്ലാതെ വലിയ പ്രയോജനമൊന്നുമില്ല. പിന്നെ ഞങ്ങൾ ഈ വർഷം തൊട്ട് ഞാൻ എൻ്റെ ചേച്ചിയോടൊരു പ്ലാൻ ഇട്ടിട്ടുണ്ട്, നമ്മളിതെല്ലാം വൃത്തിയാക്കിയിട്ട്.
അപ്പോൾ ഭാഗ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഈ യൂട്യൂബ് ചാനലിൽ തന്നെ എല്ലാം പോസ്റ്റ് ചെയ്യാം കേട്ടോ. എനിക്ക് കുറച്ച് ആഗ്രഹങ്ങളുണ്ട് ഈ സ്ഥലത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അതിങ്ങനെ ആർക്കും വേണ്ടാത്തൊരു സ്ഥലം പോലെ എടുക്കുമ്പോൾ അതിന് മനസ്സിന് വിഷമം. അപ്പോൾ എന്തെങ്കിലുമൊക്കെ നടണം എന്ന് ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. തുടരെ ബാക്കി കാര്യങ്ങളൊക്കെ ഇതിനകത്തോടെ അറിയിക്കാം. പിന്നെ അവിടെയൊക്കെ ഒത്തിരി മരങ്ങളുണ്ട് കേട്ടോ. എനിക്ക് പിന്നെ അങ്ങോട്ട് പോകാനുള്ള അനുവാദം ഇല്ല, അമ്മ വഴക്ക് പറയും. കാരണം നല്ല രീതിക്ക് കാട് കയറി കിടക്കുകയാണ്. എന്നിപ്പോൾ അങ്ങോട്ടൊന്ന് കാണിച്ചു കൊടുക്കുക. ഇഷ്ടംപോലെ വാഴയും പിന്നെ പണ്ട് അവിടെ ഞങ്ങൾക്കൊരു കണിക്കൊന്ന ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആഞ്ഞിലിച്ചക്കയുണ്ട്. അതുകൊണ്ട് ആഞ്ഞിലിച്ചക്കയൊക്കെ നിങ്ങൾക്ക് ക്യാമറയിൽ അത് കാണാൻ പറ്റുന്നതായിരിക്കും. ആഞ്ഞിലിച്ചക്ക ഇങ്ങനെ പൂത്ത് കിടക്കുകയാണ്. കണ്ടോ? കണ്ടോ? ആ അപ്പോൾ അവിടെ ആണെങ്കിൽ പണ്ടൊരു വിഷുവിന് കണിക്കൊന്ന ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും വിഷു ആകുമ്പോഴത്തേക്ക് വന്ന് തലേന്ന് വന്ന് ഇഷ്ടം പോലെ എന്ന് വെച്ചാൽ ഇപ്പോഴും പൈസ കൊടുത്ത് വാങ്ങിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ വിഷമം. കാരണം ഒരു കൊലയൊക്കെ കാണാമായിരുന്നു കണിക്കൊന്ന പിച്ചി അങ്ങനെയൊക്കെ ആയിരുന്നു വിഷു ആഘോഷിക്കുന്നത്. എനിക്ക് ആ സ്ഥലമൊക്കെ കാണുമ്പോൾ നമുക്കതുകൊണ്ട് ആ ഒരു ഓർമ്മകളൊക്കെ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെയും ടാറ്റ ബൈ ബൈ. ഓക്കെ, സീ യു.